നമുക്കിന്ന് ബ്രോക്കൺ വീറ്റ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 2 മണിക്കൂർ മുമ്പ് 1 കപ്പ് സൂചി ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. കഴുകിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സവോള ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സവോളയുടെ 1/3 ഞാൻ ചേർത്തത്. കൂടിപ്പോയതിൻ്റെ ടേസ്റ്റ് മാറിപ്പോയതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർക്കുക. അതിലേക്ക് നമുക്ക് ചുമന്ന മുളക് വറ്റൽ മുളക് ചേർക്കുന്നുണ്ട്. കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇഞ്ചി ചേർക്കാവുന്നതാണ്. ഇവിടുത്തെ പിള്ളേർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇതിനകത്ത് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ നല്ല ഒരു കൈ കൊള്ളുന്നത്രയും തേങ്ങ ചേർക്കുക. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുതിർക്കാൻ വച്ചിരുന്ന സൂചി ഗോതമ്പ് ഇങ്ങനെ ചേർക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പം തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചാൽ മതിയാകും. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വെന്തില്ലെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് കൈ കുടഞ്ഞിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. 1 സ്പൂണൊക്കെ. നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കിയിട്ട് മൂടി വെക്കാം. തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമുക്കിത് എന്തായെന്ന് നോക്കാം. അതിൻ്റെ നിറം തന്നെ മാറിയിട്ടുണ്ട്. കണ്ടോ, കുക്കായ പോലത്തെ. നോസ്റ്റിക്കായതുകൊണ്ട് ഇടയ്ക്ക് പിടിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് ഇത് തുറന്നു നോക്കിയത്. കുറച്ചുകൂടെ കഴിഞ്ഞ് കരിഞ്ഞു പോയതിനെ, ഇച്ചിരി താമസിച്ച് പോയതിനെ. നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം, പിന്നെ വെന്തിട്ടുണ്ടോ നോക്കാം. ഞാൻ അങ്ങനെ ടേസ്റ്റ് ചെയ്തപ്പം ഉപ്പ് അല്പം കൂടെ വേണം, പിന്നെ കുറച്ചും കൂടെ വേകാനുള്ള പോലെ തോന്നി. അതുകൊണ്ട് നമുക്ക് 2 സ്പൂൺ വെള്ളം ചേർക്കാം. കുറച്ചും കൂടെ ഉപ്പും ചേർത്തിട്ട് നമുക്ക് മൂടി വെക്കാം. എന്തായെന്ന് നോക്കാം. ഈ 1 കപ്പ് ബ്രോക്കൺ വീറ്റ് നമ്മൾ 3 പേർക്ക് നന്നായിട്ട് ഒരു 3 പ്ലേറ്റ് ഉണ്ട്.
പിന്നെ പറയാൻ മറന്നു പോയത്, നമ്മൾ സ്റ്റൗവിലേക്ക് ഈ ബ്രോക്കൺ മീറ്റ് ഇടുമ്പോൾ മുതൽ കുറഞ്ഞ തീയിൽ വേണം ഇത് മൂടി വെക്കാൻ, എന്നാലാണ് നന്നായിട്ട് കുക്കാകുന്നത്. ടേസ്റ്റ് കുക്കായോ നോക്കാം. ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം. പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് ഇങ്ങനത്തെ കിട്ടുന്ന ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.